ചാലക്കുടി ബാങ്ക് കവർച്ച കേസിലെ പ്രതി റിജു ആന്റണി പിടിക്കപ്പെടാതിരിക്കാനായി നടത്തിയ ഒരുക്കങ്ങൾ പോലീസിനെ പോലും അതിശയിപ്പിക്കുന്നതായിരുന്നു. എന്നാൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരു സംഘം പോലീസുകാർ വിശ്രമമില്ലാതെ നടത്തിയ അന്വേഷണം 48 മണിക്കൂർ കൊണ്ട് പ്രതിയെ വലയിലാക്കി. ഒരാഴ്ച നീണ്ടുനിന്ന ആസൂത്രണത്തിനൊടുവിലാണ് റിജോ ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിലെത്തി പണം കൊള്ളയടിച്ച് മടങ്ങുന്നത്. തെളിവുകളെല്ലാം നശിപ്പിച്ചു. ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് ഉറപ്പാക്കാൻ അയാൾ ഒരുപാട് ഗൃഹപാഠം ചെയ്തിരുന്നു. ചില സമയത്ത് സത്യേക്കാൾ ബലനാണ് ബുദ്ധി. ഞാൻ പറഞ്ഞിട്ടില്ലേ, ചൊവ്വാഴ്ച ആദ്യം ഈ ബാങ്കിലെത്തി കാലാവധി കഴിഞ്ഞ ATM പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ സീനുണ്ടാക്കി. ആ സമയത്ത് ഇവിടെ കൊള്ള നടത്താൻ അയാൾ ശ്രമവും നടത്തി. പക്ഷേ അത് പരാജയപ്പെട്ടത് തൊട്ടുപുറത്ത് ഒരു പോലീസ് ജീപ്പിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടായിരുന്നു. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം. പിന്നീട് ബുധനാഴ്ച ഇയാൾ ചാലക്കുടിയിലെ പള്ളിപ്പെരുന്നാളിന് പോവുകയും പെരുന്നാൾ ബാൻഡ് സംഘത്തോടൊപ്പം ആടിത്തിമിർക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. കോട്ടയിലെ മോഷണം കഴിഞ്ഞ സ്കൂട്ടറുമായി റിജോ വന്നു കയറിയത് ഈ ദേശീയപാതയിൽ നിന്ന് ഈ ഊടുവഴിയിലേക്ക്. ഇവിടെ വെച്ചാണ് അയാൾ ബൈക്ക് നിർത്തി വേഷം മാറുന്നതും. അയൽവാസി പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് റിജോയുടെ വീട്ടിൽ അന്വേഷണത്തിനെത്തിയ പോലീസ് സംഘം വീട്ടുമുറ്റത്ത് കണ്ടത് CCTVയിൽ കണ്ടതുപോലത്തെ ഒരു എൻഡോർക്ക് സ്കൂട്ടറും കള്ളൻ ഉപയോഗിച്ചതിന് സമാനമായ ഒരു ഷൂസും. എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. മോഷണം കഴിഞ്ഞ് വീട്ടിലേക്കുള്ള യാത്രക്കിടെ 3 തവണ റിജോ വസ്ത്രം മാറിയിരുന്നെങ്കിലും ഷൂസ് മാറ്റിയിരുന്നില്ല എന്നുള്ള കാര്യം പോലീസ് നേരത്തെ തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ബാങ്ക് ജീവനക്കാരെ ഹിന്ദിയിലാണ് റിജോ ഭീഷണിപ്പെടുത്തിയത്. ഉത്തരേന്ത്യക്കാരനാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം. കുടവയറുള്ളയാൾ പക്ഷേ ഉത്തരേന്ത്യക്കാരനായിരിക്കില്ല, അത് മലയാളി തന്നെ ആയിരിക്കുമെന്ന് അന്നേ പോലീസ് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെയാടാ. കേരള പോലീസ് എന്നാ സുമ്മാവാ? മനസ്സ് നിറഞ്ഞു. തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം. വരട്ടെ, എനിക്ക് വേണ്ട.